السلام عليكم ورحمة الله وبركاته. الحمد لله الذي لبى له الموحدون وخضع لعظمته المخبتون واستجاب لشرعه المؤمنون، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا عبده ورسوله صلى الله عليه وسلم تسليما كثيرا. أما بعد. തൽബിയത്ത് എന്ത്, എപ്പോൾ, എങ്ങനെ, ഏതുവരെ എന്നതിനെക്കുറിച്ച് ചെറിയൊരു വിവരണമാണിവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് കേൾക്കാം. ചരിത്രപ്രസിദ്ധമായ അഖ്ബാറു മക്ക എന്ന ഗ്രന്ഥത്തിൽ ചരിത്ര നിവേദകനായ മുഹമ്മദ് ബിൻ ഇസ്ഹാഖിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം അസ്റഖി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശുദ്ധ കഅബ നിർമ്മാണത്തിൽ നിന്നും വിരമിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ സമീപസ്ഥരായ മലക്കുകളിൽ അതിപ്രധാനിയായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷനായി കഅബയെ 7 തവണ തവാഫ് ചെയ്യാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു. ഇതനുസരിച്ച് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തൻ്റെ പുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഓരോ തവണയും കഅബയുടെ മൂലയെ തൊട്ടുമുത്തിക്കൊണ്ട് 7 തവണ തവാഫ് ചെയ്തു. ശേഷം ചരിത്രപ്രസിദ്ധമായ മഖാമു ഇബ്രാഹിമിൻ്റെ പിന്നിൽ വെച്ച് ഇരുവരും നിസ്കരിച്ചു. തുടർന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് ഹജ്ജിൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളും സ്ഥലങ്ങളും കർമ്മങ്ങളും വിശദമായി കാണിച്ചു കൊടുത്തു. ഒടുവിൽ ലോകജനങ്ങളെ ഹജ്ജിനായി ക്ഷണിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. നാഥ, ഞാൻ എങ്ങനെ എല്ലാവരെയും കേൾപ്പിക്കും എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ, താങ്കൾ വിളിക്കുക, കേൾപ്പിക്കുന്നവൻ നാം ആകുന്നു എന്ന് അള്ളാഹുവിൽ നിന്നും മറുപടിയുണ്ടായി. ഇതനുസരിച്ച് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഖാമു ഇബ്രാഹിമിൽ കയറി നിന്നു. അപ്പോൾ മഖാമു ഇബ്രാഹിം ഭൂലോകത്ത് വെച്ച് ഏറ്റവും വലിയ മല കണക്കെ ഉയർന്നു നിന്നു. അനന്തരം ഭൂമിയിലെ സമനിരപ്പുകളെയും പർവ്വതങ്ങളെയും കരകളെയും കടലുകളെയും മനുഷ്യരെയും എന്നിവ കണ്ട ജിന്നുകളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആഹ്വാനത്തെ കേൾപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭൂമിയുടെ 4 ഭാഗത്തേക്കും തിരിഞ്ഞു നിന്നുകൊണ്ട് ആഹ്വാനം ചെയ്തു, അല്ലയോ ജനങ്ങളെ, കഅബത്തിങ്കൽ വന്ന് ഹജ്ജ് ചെയ്യൽ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. അതിനു പ്രത്യുത്തരം ചെയ്യുവീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഈ വിളംബരത്തിന് 7-ാം ഭൂമിയുടെ അടിയിൽ നിന്നും ഭൂമിയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് ഉത്തരമുണ്ടായി. അന്നു മുതൽ ഹജ്ജ് നിർവഹിക്കുന്ന ഓരോ മനുഷ്യനും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിളിക്കുത്തരം ചെയ്തവരാണ്. അവരുടെ ഓരോരുത്തരുടെയും ഹജ്ജുകളുടെ എണ്ണം പ്രത്യുത്തരത്തിൻ്റെ തോത് പോലെയാണ്. ഒരാൾ 1 പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 പ്രാവശ്യം ഉത്തരം ചെയ്തു, 2 ഹജ്ജെങ്കിൽ 2 പ്രാവശ്യം, 3 എങ്കിൽ 3 പ്രാവശ്യം ഉത്തരം ചെയ്തു. ഇക്കാര്യം ഇമാം അസ്റഖിയുടെ അഖ്ബാറു മക്ക 118, 119, 120 പേജുകൾ കാണുക. ഹാജിമാർ ഉരുവിടുന്ന തൽബിയത്തിൻ്റെ അധ്യാത്മ പൊരുൾ പ്രസ്തുത ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർക്കുക. എന്താണ് തൽബിയത്ത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിളംബരം മുഖേന അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്യുന്ന വചനങ്ങളാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ പ്രവാചകന്മാർ പഠിപ്പിച്ച തൽബിയത്തിൽ ജാഹിലിയ സമൂഹം ചില ഭേദഗതികൾ വരുത്തിയിരുന്നു. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വീണ്ടും ശരിയായ വിധം പഠിപ്പിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ മക്കയിൽ വെച്ച് ശരിയായ തൽബിയത്ത് പരസ്യമാം വിധം ആദ്യമായി ചൊല്ലിയത് സ്വഹാബി പ്രമുഖനായ സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു ആണെന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഇഹ്റാം ചെയ്തവരുടെ പ്രത്യക്ഷ ചിഹ്നവും ശ്രേഷ്ഠമായ മന്ത്രവുമാണ് തൽബിയത്ത് എന്ന് ഓർക്കേണ്ടതാണ്. എപ്പോഴാണ് തൽബിയത്തിൻ്റെ സമയം തുടങ്ങുന്നതും അവസാനിക്കുന്നതും? ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ തൽബിയത്ത് സുന്നത്താണ്. ഉംറക്ക് ഇഹ്റാം ചെയ്താൽ ഉംറയുടെ തവാഫ് ആരംഭിക്കുന്നത് വരെയും, ഹജ്ജിന് ഇഹ്റാം ചെയ്തത് മുതൽ പെരുന്നാൾ ദിവസം ജംറത്തുൽ അഖബയെ എറിയാൻ തുടങ്ങുന്നതുവരെയുമാണ് തൽബിയത്തിൻ്റെ സമയം.
തവാഫിലും സഅയിലും പ്രത്യേകം ദിക്റുകളും ദുആകളുമുള്ളതിനാൽ അവയിൽ തൽബിയത്ത് ചൊല്ലേണ്ടതില്ല. തൽബിയത്ത് ചൊല്ലിയ ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ ശക്തമായ സുന്നത്താണ്. അറിയാവുന്ന ഏത് സ്വലാത്തായാലും മതിയാകുന്നതാണ്. അത്തഹിയ്യാത്തിൽ ചൊല്ലുന്ന സ്വലാത്തു ഇബ്രാഹിമിയെയാണ് ഉത്തമം. ശേഷം സ്വർഗം ചോദിക്കുകയും നരകത്തെ തൊട്ട് രക്ഷ തേടുകയും വേണം. ഓർക്കുക, സംസാരം, സലാം പറയൽ മുതലായവ കൊണ്ട് തൽബിയത്ത് മുറിക്കുന്നത് ശരിയല്ല. ആരെങ്കിലും സലാം ചൊല്ലിയാൽ സലാം മാത്രം മടക്കുകയും തൽബിയത്ത് തുടരുകയും വേണം. ഓരോ പ്രാവശ്യവും തൽബിയത്ത് 3 തവണ ചൊല്ലുന്നതാണ് സുന്നത്ത്. നൃത്തം, ഇരുത്തം, നടത്തം, കിടത്തം എന്നിവയിലും വാഹനത്തിലും പള്ളിയിലുമെല്ലാം തൽബിയത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. വലിയ അശുദ്ധി ഉള്ളപ്പോഴും ആർത്തവമുള്ളപ്പോഴും തൽബിയത്ത് ചൊല്ലാം. പുരുഷന്മാർ ശബ്ദമുയർത്തിയും സ്ത്രീകൾ സ്വശരീരത്തെ കേൾപ്പിച്ച് പതുക്കെയുമാണ് തൽബിയത്ത് ചൊല്ലേണ്ടത്. ഹജ്ജിൻ്റെ തൽബിയത്ത് മസ്ജിദുൽ ഹറാമിലും മിനയിലെ മസ്ജിദുൽ ഖൈഫിലും അറഫ പരിസരത്തുള്ള മസ്ജിദ് ഇബ്രാഹിമിലും വെച്ച് ശബ്ദമുയർത്തി ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന കാര്യം തിരിച്ചറിയണം. എന്നാൽ പെരുന്നാൾ ദിവസം ജംറയെ എറിയാൻ തുടങ്ങിയത് മുതൽ അയ്യാമു തശ്രീഖ് കഴിയുന്നത് വരെ തക്ബീർ ചൊല്ലലാണ് സുന്നത്ത്. ഇഹ്റാമിൽ അത്ഭുതകരമായ വല്ല കാഴ്ചയോ സന്തോഷമോ വെറുപ്പോ ജനിപ്പിക്കുന്ന വല്ലതും കണ്ടാൽ ലബ്ബൈക ഇന്നൽ ഐഷ ഐഷുൽ ആഖിറ എന്നുകൂടി ചൊല്ലൽ സുന്നത്തുണ്ട്. ഇക്കാര്യം ഈലാഹ് പേജ് 142 പറയുന്നുണ്ട്. അതുപോലെ രാപ്പകലുകൾ മാറിവരിക, ഉയരത്തിലോ ഇറക്കത്തിലോ ആവുക, സ്നേഹിതരെ കണ്ടുമുട്ടുക, ഉറക്കത്തിൽ നിന്നും ഉണരുക മുതലായ സ്ഥിതിവ്യത്യാസ സന്ദർഭങ്ങളിൽ തൽബിയത്ത് വിശേഷാൽ സുന്നത്താണ് എന്നുകൂടി ഓർക്കണം. നിയ്യത്തിൻ്റെ കൂടെ തൽബിയത്ത് ചേർത്തിപ്പറയൽ സുന്നത്താണ്. അത് മാലിക്കി മദ്ഹബ് പ്രകാരം നിർബന്ധവുമാണ്. ഷാഫിഈ, ഹംബലി മദ്ഹബ് പ്രകാരം തൽബിയത്ത് ഏത് വിധേനയായാലും സുന്നത്തും ഒഴിച്ചാൽ പ്രായശ്ചിത്തമില്ലാത്തതുമാകുന്നു. ഇഹ്റാം ചെയ്തത് മുതൽ വിരമിക്കുന്നത് വരെ നിർബന്ധമായ ഒരു ദിക്റും ദുആയും ഹജ്ജിൻ്റെയോ ഉംറയുടെയോ അമലുകളിൽ ഇല്ല എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു. അത് അടിവരയിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. നല്ലത് നല്ലതായി മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തി പ്രവർത്തിപഥം നന്നാക്കി ആഖിറം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും സർവാധിനാഥൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.